السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സൂറത്തു മറിയം സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ചെന്ന, യഹ്യ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ചെന്ന, ഈസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ചെന്ന്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ചെന്ന്, ഇൻദദ അല്ലാഹു തആല ഇതിൽ വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ, മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ചൊല്ലുകയായിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മോൻ ഹാജറ ബീവിൽ നിന്നുണ്ടായ മോനായിട്ട് ഇസ്മായിൽ നബി അലൈഹി സ്വലാം. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ചൊന്നു കൊടുക്കുന്ന നബിയെ ഇന്നഹു കാന സാദിഖൽ വഅദി, മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാം സാദിഖുൽ വഅദ് ആയിട്ടുണ്ട്. കാരണം ഏത് ഒരു വാഗ്ദാനം ചെയ്താൻ കണ്ടെങ്കിലും അത് പൂർത്തിയാക്കാണ്ടിരിക്കില്ല. ഇസ്മായിൽ നബി അലൈഹി സ്വലാം സാദിഖുൽ വഅദ്, അതായത് ഒരു കാര്യം അത് ചൊന്തും കണ്ടെങ്കിൽ അതിനെന്താ, എല്ലാ അമ്പിയാക്കന്മാരും അങ്ങനെ, അമ്പിയാക്കന്മാരെ കുറിച്ചൊക്കെ ഞങ്ങൾ അങ്ങനെ തന്നെ അറിയണം, മനസ്സിലാക്കണം. അമ്പിയാക്കന്മാരെ കുറിച്ച് 25 നബിമാരെ ഹിസ്റ്ററി അള്ളാഹു തആല ഖുർആനിൽ ചൊന്നില്ല. ഇതിൽ തന്നെ ഈ സൂറത്തിൽ തന്നെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല 10 നബിമാരെ പേര് ചൊന്നു. 10 നബിമാരെ പേര് ഇതിൽ തന്നെ ചൊന്നില്ല. അപ്പൊ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ചൊന്ന സാദിഖൽ വഅദ്, ഒരു വാഗ്ദാനം ആക്കിയാൽ കണ്ടെങ്കിൽ അത് ഇസ്മായിൽ നബി അലൈഹി സ്വലാം പൂർത്തിയാക്കി. 4 കിട്ടാൻ ചെന്ന് 4 കിട്ടും, 2 നാൾ കഴിഞ്ഞിട്ട് ഇന്നലെ. അപ്പൊ ആ ചൊന്ന ആ പലക്കത്തെ അതേപോലെ ആ വാഗ്ദാനത്തെ പൂർത്തിയാക്കി വിടുന്ന ആളായിട്ട് വഖാന റസൂലൻ, മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാം റസൂലായിട്ടുണ്ട്, നബിയായിട്ടുണ്ട്. നബിയായിട്ടായിട്ട് റസൂൽ എന്നുള്ള സ്ഥാനത്ത് എത്ര അള്ളാഹു താല ഫസ്റ്റ് ജിബ്രീൽ അലൈഹി സ്വലാം എന്ന മലക്കിടെ കടത്തി കൊടുത്ത് അള്ളാഹുടെ സന്ദേശം അയാൾക്ക് എത്തുവാട്ടമായാലും നബിയാവും. ഇത് നിങ്ങൾ ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യണം എന്ന് 2ാമത് സ്ഥാനം ഏറ്റിക്കൊടുക്കുമ്പോൾ അയാൾ റസൂലാവും. അപ്പൊ ജുർഹും ഗോത്രത്തങ്ങ മക്കത്തിൽ വന്ന് താമസിച്ചിരുന്നാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാം. അങ്ങനെ നിന്നായിട്ട് ഇവിടെ അറബി പഠിച്ചത്. ആ ഗോത്ര അവിടെ മക്കത്തിൽ ഹാജറബിയും ഇസ്മായിൽ നബി അലൈഹി സ്വലാം മാത്രം ഇരിക്കുമ്പോൾ യമന്റെ ജുർഹും ഗോത്രത്തങ്ങ വന്ന് അവിടെ താമസാക്കിയാറ്. അപ്പൊ അങ്ങക്ക് ദീൻ പഠിപ്പാട്ടി കൊടുത്തു, അങ്ങക്ക് നബിയും റസൂലായിട്ടിരുന്നു. മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാം തന്റെ റായത്തങ്ക് ആ കൗമുക്ക് പഠിപ്പാട്ടി കൊടുത്തിട്ട് ബിസ്സലാത്തി നിസ്കരിക്കവും വസ്സകാത്തി സകാത്ത് കൊടുക്കവും വകാന ഇൻദ റബ്ബിഹി മർദിയ, മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാം അള്ളാഹുടെ അടുക്കൽ തൃപ്തിപ്പെട്ടാലായിട്ടിന്ത്. അള്ളാഹിന്റെ അടുക്കൽ തൃപ്തിപ്പെട്ടാലാണ് എന്ന് ചൊല്ലുമ്പോൾ എല്ലാ നല്ല ഗുണങ്ങളും മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിലുണ്ട്. അത് എല്ലാ അമ്പിയാക്കന്മാരെ കൊണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെ ആയിട്ട് മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതും. അമ്പിയാക്കന്മാരൊക്കെ അങ്ങനെ നിന്ന് ഒരു ദോഷവും സംഭവിക്കില്ല എന്ന് അടിസ്ഥാനമായിട്ട് തന്നെ ഒരു മുസ്ലിമായ മനുഷ്യൻ മനസ്സിലാക്കി വെക്കേണ്ട ഒന്നായിട്ട്. കാരണം അങ്ങനെ ഞങ്ങൾക്ക് മാർഗദർശകരായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഹിദായത്തിൽ വെളിച്ച കാട്ടി തന്നായിട്ട്. അപ്പൊ അങ്ങനെ ചെയ്തത് ഇപ്പൊ അമ്പിയാക്കന്മാർ ചെയ്തതൊക്കെ അള്ളാഹു താല കൽപ്പിച്ച കാര്യങ്ങൾ തന്നെ. ഇപ്പൊ ഞങ്ങളെ നബി ആണെങ്കിലും ഏതെങ്കിലും ഒരു സ്വറാക്കിട്ടുണ്ടെങ്കിൽ ഒന്നത് സുന്നത്താവണം, അതല്ലേ ഫറുദാവണം. അപ്പൊ അങ്ങനെ നിന്ന് അങ്ങൊരു ദോഷാക്കിയാൽ തന്നെ അത് ദോഷ ഉണ്ടാവില്ല. ഉണ്ടായിട്ടും കണ്ടെങ്കിൽ അങ്ങൊരു കാര്യം ചെയ്തതിന് കണ്ടെങ്കിൽ അത് ഫറുദോ സുന്നത്തായിട്ടല്ലേ മുസ്ലിം ലോകം എത്ര കണക്ക് കൂട്ടുക. അപ്പൊ നല്ല കാര്യമായിട്ടല്ലേ ഇതിലെ കണക്ക് കൂട്ടുക. അപ്പൊ അമ്പിയാക്കന്മാരൊക്കെ എല്ലാവരും അങ്ങനെ തന്നെ അള്ളാഹിന്റെ അടുക്കൽ തൃപ്തിപ്പെട്ടങ്ങ് തന്നെ. അപ്പൊ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ കുറിച്ചുകൂടി ചൊല്ലുമ്പോൾ വകാന ഇൻദ റബ്ബിഹി മർദിയൻ, ഇസ്മായിൽ നബി അലൈഹി സ്വലാം അള്ളാഹിന്റെ അടുക്കൽ തൃപ്തിപ്പെട്ട ആളായിട്ട്. അപ്പൊ എല്ലാ നബിമാരും അള്ളാഹിന്റെ അടുക്കൽ തൃപ്തിപ്പെട്ടങ്ങ അമ്പിയാക്കന്മാരെ ചരിത്രം ഞങ്ങൾക്ക് ഓതിത്തേണ്ടത്. ഞങ്ങൾ അങ്ങനെ മനസ്സിലാക്കുകയും അങ്ങനെ സംബന്ധിച്ച് അങ്ങനെ വിശ്വസിക്കുകയും വേണം. അമ്പിയാക്കന്മാർക്ക് വാജിബായ സിഫത്തുകൾ 4 ഒന്ന് സിദഖ്, നേരെ ചൊല്ല. 2 തബ്ലീഗ്, ഈ അള്ളാഹു തആല ഏൽപ്പിച്ച കാര്യങ്ങൾ അങ്ങ് ജനങ്ങൾക്ക് എത്തുവാട്ടി കൊടുക്കണേ. 3ാമത്തേത് അമാനത്ത്, വിശ്വസ്തത, വഞ്ചനാക്കില്ല, ഡോങ്കിയാക്കില്ല. പിന്നെ ഒന്നായിട്ട് ഫത്താനത്ത്, ബുദ്ധിശക്തി, ഭയങ്കര ബുദ്ധിയായിട്ട് അമ്പിയാക്കന്മാരിൽ നിന്ന് ആരും ഒരാള് ബുദ്ധി കുറടിയായാലില്ല. എല്ലാ അമ്പിയാക്കന്മാരും ഭയങ്കര ഷാർപ്പായിട്ട് അങ്ങനെ മൈൻഡ് ഭയങ്കര പവറായിട്ട്. അപ്പോൾ ഫത്താനത്ത്, സിദ്ഖ്, തബ്ലീഗ്,
അതുപോലെ അമാനത്ത്. ഈ 4 സിഫത്ത് അമ്പിയാക്കന്മാർക്ക് വാജിബായ സിഫത്ത് ചൊല്ല്. ഇതൊരു മുസ്ലിം പഠിച്ചു വെക്കേണ്ട ഒന്നായിട്ടിരിക്കല്. സിദഖ് സത്യസന്ധത, അമ്പിയാക്കന്മാരൊക്കെ നേര് ചൊല്ലുക, ഒരു നബിയെയും കളവ് ചൊല്ലില്ല. അതുപോലെ അമാനത്ത് വിശ്വസ്തത. അങ്ങനെ ഇപ്പൊ ഞങ്ങളെ നബി ഇസ്ലാം ദീനുമായി മക്കത്തിൽ വന്നപ്പോ ആ അണ്ട് എതിർത്ത മക്ക മുശ്രിക്കീങ്ങൾ ഞങ്ങളെ നബിക്ക് മുന്നരേ കൊടുത്തൊരു പേരിട്ട് അൽ അമീൻ, വിശ്വസ്തൻ എന്നുള്ളത്. ആ ഞങ്ങളെ നബി ദീൻ പ്രബോധനം തുടങ്ങിയിട്ടാകുമ്പോഴത്തേക്ക് നബിക്ക് ഈ ശത്രുത വെച്ചതും നബിക്ക് എതിരായതും നബിയെ കൊല്ലകു നോക്കിയതും പ്രായത്തോട് വാട്ടു നോക്കിയത്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുമ്പോൾ വരെ നബി തങ്ങൾ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ചില കാര്യങ്ങളിൽ ഏൽപ്പിച്ചു പോയിട്ടുണ്ട്. എന്തായിട്ട് ഏൽപ്പിച്ചു പോയത്? അതായത് മക്ക റായത്തങ്ങ് നബിയുടെ കയ്യിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുത്ത സ്വത്തുക്കളിന്ത്. അപ്പൊ അങ്ങനെന്താക്കിയെന്ന രണ്ടത്തെ കാലത്ത് ഇന്നത്തെ പോലെ അല്ല. അപ്പൊ ഒരു വിശ്വസ്തനായ ഒരാളെ കയ്യിൽ ബംഗാറോ വെള്ളിയോ പൈസ ഏൽപ്പിക്കുന്നത് നക്ക് പിന്നെ കേൾക്കുമ്പോ തായ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ നബി തങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു വെച്ച സ്വത്തുക്കളിന്ത് അത് വീതി അതിലെ അവകാശികൾക്ക് കൊടുക്കുവാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു കൊടുത്തത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടുകും അങ്ങ് ഈ വിഷയത്തിൽ എതിരുന്നതെന്ന് കണ്ടെങ്കിലും വിശ്വസ്തനായ ഒരാൾ എന്ന ആ ഒരു വിശ്വാസം അങ്കിരുന്നത്. അതുകൊണ്ടായിട്ട് നബി തങ്ങളെ കയ്യിൽ അങ്ങനെ കയ്യിൽ വിലപിടിപ്പുള്ള വസ്തുക്കളെ നബി തങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചോണ്ടിരുന്നത്. അപ്പൊ അത് തിരിച്ചിട്ട് നബി അങ്ങനെയേ കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ അമാനത്തും ചില വിശ്വസ്തത ഡോങ്കിയാക്കില്ല, വഞ്ചനാക്കില്ല, തബ്ലീഗ് ദീൻ പ്രബോധനാക്കില്ല. അതായിട്ട് ഇന്നാളത്തെ ഒരു ഹദീസ് ക്ലാസ്, റിയാദു സ്വാലിഹിന്റെ ഹദീസ് ക്ലാസ്സിൽ ഇട്ടത് ഒരാൾ എന്തൊക്കെ അയാൾ സക്കാത്ത് നിയമിച്ചിട്ട് അയാൾ വന്നിട്ട് നബി തങ്ങളുടെ ടീച്ചർ ഇത് ജക്കാത്തല്ല നാ കൊടനെ, ഇത് നാക്ക് ജക്കാത്തായിട്ട് കിട്ടിയതും ഇത് നാക്ക് ഹദിയായിട്ട് കിട്ടിയതും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് ഗൗരവം മനസ്സിലാക്കി കൊടുത്തത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പർ പത്തിട്ടായിട്ട് സ്വഹാബാക്കന്മാർക്ക് ആ വിഷയത്തിൽ അതിന് ഗൗരവം മനസ്സിലാക്കി കൊടുത്തിട്ട് എന്നിട്ട് ചെന്ന് അവകാശം അവനത് ഹക്കല്ലാത്തത് അവൻ എടുക്കുക തീരാൻ ചെന്നിട്ട് ലാസ്റ്റ് ചെല്ല ഹൽ ബല്ലഗത്ത് അല്ലാഹുമ്മ ഹൽ ബല്ലഗത്ത്, പടച്ചവനെ നക്ക് തന്ന ദീൻ പ്രബോധനം ഞാൻ ആക്കില്ല, ഞാൻ ജനങ്ങൾക്ക് എത്തുവാട്ടി കൊടുത്തരാം. അപ്പൊ ആ തബ്ലീഗം ചൊല്ലി ജനങ്ങൾക്ക് എത്തുവാട്ടി കൊടുക്കുക എന്നുള്ളത് അമ്പിയാക്കന്മാർക്ക് അത് നിർവഹിച്ചങ്ങായിട്ടിട്ട് ഫത്താനത്ത് ഭയങ്കര ബുദ്ധിശക്തി ആയിട്ടിട്ട് അമ്പിയാക്കന്മാർക്ക്. അപ്പൊ അമ്പിയാക്കന്മാരെ കുറിച്ച് ഞങ്ങൾ അറിയേണ്ട, ഞങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടിട്ട്. അങ്ങനെ കുറിച്ച് ഇപ്പൊ ഈമാൻ കാര്യങ്ങൾ പെട്ടതല്ല, അമ്പിയ മുർസലിങ്ങളെ കൊണ്ട് വിശ്വസിക്കുക. എന്താ വിശ്വസിക്കാൻ ചെന്നെ അങ്ങൊക്കെ അള്ളാഹിന്റെ നബിമാരുണ്ടും അങ്ങ് യഥാർത്ഥ അള്ളാഹുടെ വക്കൽ നിന്ന് അങ്ങ് നുബുവത്ത് കിട്ടിയതും റിസാലത്ത് കിട്ടിയതും അതുപോലെ അങ്ങെല്ലാവരും നേര് ചൊല്ലങ്ങും അങ്ങ് അള്ളാഹു തൃപ്തിപ്പെട്ട ആൾക്കാരും അങ്ങെല്ലാം സജ്ജനങ്ങളായിട്ട് അങ്ങനെ നിന്നൊരു ദോഷവും സംഭവിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അതായിട്ട് അള്ളാഹു താല അമ്പിയാക്കന്മാരെ ചരിത്രം ഇതിൽ ഒരുപാട് ഓതിര, ഒരുപാട് ജാഗിലും അള്ളാഹു താല ചൊന്നല. ഇതിൽ തന്നെ 10 നബിമാരെ ചരിത്രം ചൊന്നല്ല. ഇതിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അള്ളാഹുന്റെ അടുക്കൽ തൃപ്തിപ്പെട്ടാല്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മോനായിട്ട് ഇസ്മായിൽ നബി അലൈഹി സ്വലാം, ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയിലായിട്ട് ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു സജ്ജനങ്ങളിൽ സാലിഹ്യങ്ങളിൽ ഞങ്ങളെ പെടുത്തട്ടെ. ആ അമ്പിയാക്കന്മാരെ കൂട്ടത്തിൽ സ്വർഗത്തിൽ അള്ളാഹു ഞങ്ങൾ ഒരുമിച്ച് കൂട്ടട്ടെ. ഞങ്ങളെ യഥാർത്ഥ വിശ്വസിക്കുന്ന പോലെ വിശ്വസിച്ച് അങ്ങനെ സ്നേഹിക്കുകയും ആദരിക്കുകയും അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.